പക്ഷെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മതം മാറ്റ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയം രൂപപ്പെടുന്നുണ്ട്. ആ സംശയം ചോദിക്കുന്നത്, ആ വിഷയം ആരോപിക്കുന്നത് BJP ആണ്. നമുക്കറിയാം, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രധാന നേതാവായിട്ടുള്ള വിജി തമ്പി വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്. മലയാളത്തിലെ ഒരു പ്രമുഖ നടിയെ മതം മാറ്റാനായിട്ട് കോടികൾ അവർക്കായിട്ട്, ഏതാണ്ട് 100 കോടിയോളം അവർക്കായിട്ട് നൽകാൻ പോകുന്നു. അതവർ സ്വീകരിക്കുകയാണെങ്കിൽ അടുത്ത മാസങ്ങളിൽ തന്നെ മതം മാറാനുള്ള സാധ്യതയുണ്ട്, അതായത് ഹിന്ദു മതം വിട്ട് ഇസ്ലാം ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഈ ലവ് ജിഹാദ് നമ്മുടെ സമൂഹത്തിൽ നിരന്തരമായിട്ട് ഒരാഴ്ചയിലെങ്കിലും ഒരു ലവ് ജിഹാദ് വിഷയം ചർച്ചയായിരിക്കണം എന്നുള്ളത് ആർക്കോ എന്തോ ഒരു നിർബന്ധമുള്ള പോലെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് എന്ന് പറയുന്നത്. ഇപ്പം പ്രമുഖ ബോളിവുഡ് നടനായിട്ടുള്ള ആമിർ ഖാനെ ചുറ്റിപ്പറ്റിയാണ് ഈ ലവ് ജിഹാദ് ആരോപണം ഉയർന്നിരിക്കുന്നത്. 3ാം വിവാഹമാണ് അദ്ദേഹത്തിൻ്റെ അടുത്തിടെ കഴിഞ്ഞത്. 62ാം വയസ്സിൽ 47കാരിയായിട്ടുള്ള ഗൗരിയെ, ഹിന്ദു ആയിട്ടുള്ള ഗൗരിയാണ് ആമിർ ഖാൻ വിവാഹം കഴിച്ചത്. ആദ്യ 2 വിവാഹങ്ങളും ഹിന്ദുക്കളെ തന്നെയായിരുന്നു. അപ്പോൾ ആമിർ ഖാൻ ലവ് ജിഹാദിൻ്റെ ഒരു അംബാസിഡറായി മാറുന്നു എന്നാണ് BJPയുടെ ആരോപണം. അതിന് പ്രതികരണവുമായിട്ട് അദ്ദേഹം രംഗത്തെത്തിയിട്ടുമുണ്ട്. ഈ ഒരു മിശ്ര വിവാഹങ്ങളെ എങ്ങനെയാണ് മാഷ് നോക്കിക്കാണുന്നത്? ഇത് പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിൽ നിരവധി മതങ്ങൾ, നിരവധി ജാതികൾ ഒക്കെ കൂടിക്കലർന്ന അങ്ങനത്തെ ഒരു പ്രത്യേക സിറ്റുവേഷനാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ അംബേദ്കർ അടക്കമുള്ള ആളുകൾ ഇന്ത്യയിൽ നിലനിന്നിരുന്ന, ഹിന്ദുക്കളുടെ അടക്കം നിലനിന്നിരുന്ന അനാചാരങ്ങളുടെ ഫലമായിട്ട് ബുദ്ധമതം സ്വീകരിക്കാനായിട്ട് പോലും തയ്യാറാണ്. നിരവധി ആളുകൾ അങ്ങനെ മാറിത്തീരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഹിന്ദു സമുദായത്തിനകത്തുള്ള അനാചാരങ്ങൾ അവരുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുകയും പൊറുതിമുട്ടിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതിനൊക്കെ ഒരുപാട് മാറ്റം വന്ന ഒരു കാലത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അപ്പം അന്ന് ഈ ഹിന്ദു സമുദായം, അതിൻ്റെ സവർണ മേധാവിത്വം, അതിൻ്റെ ആചാരങ്ങൾ അവരൊക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നത് ഹിന്ദുക്കളെ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളാക്കി മാറ്റാനായിരുന്നു. എന്താ കാരണം? ഈ ഹിന്ദുവിൽ തന്നെ ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്ന മനുഷ്യൻ ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ സവർണനായ ഹിന്ദുവിനൊപ്പം ഇരിക്കാൻ കസേര കൊടുക്കുമായിരുന്നു. ഇവർ മുസ്ലിം ആയിക്കഴിഞ്ഞാലും അവനൊപ്പം ഇരിക്കാണ്ട് കസേര കൊടുക്കുമായിരുന്നു. ഇവരാണ് ചെയ്തിരുന്നത്. സവർണ ഹിന്ദുക്കളാണ് അതിനെ ആ സമയത്ത് വഴിയൊരുക്കിയിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ വലിയ മതമാറ്റം നടന്നപ്പോഴാണ് പിന്നീട് അത് ശരിയല്ല എന്നവർക്ക് തോന്നുകയും അത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്തു. അവരുടെ ഒരു പിൻഗാമികളാണ് ഇപ്പോൾ നമ്മളെ വിശ്വ ഹിന്ദു പരിഷത്തിലും അതേപോലെ തന്നെ RSSലും ഒക്കെ കാണുന്നത്. അവരിപ്പോൾ അതിശക്തമായിട്ട് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യർ തമ്മിൽ പ്രേമിക്കുകയും അവർ വിവാഹിതരാവുകയും അങ്ങനെ വളരെ സുഖമായിട്ടുള്ള ജീവൻ നയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാൽപ്പനിക കാലം മലയാളത്തിന് പോലും ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ചങ്ങമ്പുഴയുടെ കവിതകളൊക്കെ ആ കാൽപ്പനിക കാലത്തിൻ്റെ ഉയർപ്പുകളായിരുന്നു ശരിക്കും പറഞ്ഞ്. അന്ന് ആളുകൾക്ക് പ്രേമത്തിന് വളരെ രസകരമായിട്ടുള്ള മാനദണ്ഡം ഉണ്ടായിരുന്നു. അതൊക്കെ മരിച്ച ഒരു കാലത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ആരെങ്കിലും പ്രേമിച്ച് വിവാഹം കഴിച്ചാൽ അതിൽ ലവ് ജിഹാദ് ഉണ്ടോ എന്ന് മണത്ത് കണക്കിലാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഉസ്ബെക്കിസ്ഥാനിൽ MBBS പഠിക്കാൻ പോയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ലവ് ജിഹാദ് വാദം ഉയർത്തിക്കൊണ്ടുവന്നിരുന്നത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ് പല മാധ്യമം. ആ പെൺകുട്ടിയോട് ചെയ്തത് ക്രൂരതയാണ്. അതെ, അത് ക്രൂരമായ കൊലപാതകവും അതേപോലെ തന്നെ ക്രിമിനലിസത്തിൻ്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള സ്വഭാവമാണോ എന്ന് അവനെയൊക്കെ അടിച്ച് ശരിപ്പെടുത്തണം എന്നുള്ളതാണ് അങ്ങനെ പ്രവർത്തിക്കുന്നത്. പക്ഷെ അതിനെ ഇവർ ഈ മതമായിട്ട് കൂട്ടിക്കുഴച്ച് ലവ് ജിഹാദാക്കി മാറ്റി കഴിയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം മാറുകയാണ് ചെയ്യുന്നത്. അവിടെ ആ വിഷയത്തിൽ കുടുംബക്കാർ തന്നെയാണ് പറഞ്ഞത് മതം മാറ്റാനുള്ള അതായത്
എനിക്ക് നിന്റെ മതത്തിൽ അതേന്ന് നിർബന്ധം, ആ ഫോഴ്സ്, അവനെയൊക്കെ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. കൈകാര്യം ചെയ്യേണ്ട കഥാപാത്രങ്ങളാണ് ഒക്കെ മനോരോഗികൾ, മതമനോരോഗികളായി മാറിയവരാണ്. അത് പക്ഷേ എല്ലാത്തിലേക്കും സമന്വൽക്കരിച്ചാൽ വലിയ അപകടമുണ്ടാകും. ആ അപകടമാണ് ഈ അമീർ ഖാൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അയാളുടെ വിവാഹത്തിൻ്റെ കാര്യം അയാൾ പറയുന്നുണ്ട്. ശരിയാണ്, അയാൾ വിവാഹം കഴിച്ചിരിക്കുന്നതായിട്ടുള്ള സ്ത്രീകളൊക്കെ അന്യമതസ്ഥരായിട്ടുള്ള സ്ത്രീകളാണ്. പക്ഷേ എല്ലാം സിവിൽ വിവാഹങ്ങളാണെന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നത്. എന്നുവെച്ചാൽ അതൊക്കെ രജിസ്റ്റേർഡ് മാരേജാണ്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു സ്ത്രീയും അവരുടെ മതം മാറേണ്ടതില്ല എന്നത് ഈ സിവിൽ വിവാഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെയാണ് ആവണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി. ഈ ഗൗരി ഇപ്പം വിവാഹം കഴിച്ചിരിക്കുന്ന ഗൗരി ഇദ്ദേഹത്തിൻ്റെ ദീർഘകാലം ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു. ഈ മാസം 5-ാം തീയതിയാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. അപ്പം അതിലിപ്പോൾ ലവ് ജിഹാദിൻ്റെ ഒരു അംബാസിഡറുമായിട്ട് ഇദ്ദേഹം മാറുന്നു എന്നാണ് BJP പറയുന്നത്. മഹാരാഷ്ട്രയിലെ മന്ത്രി, BJP നേതാവായിട്ടുള്ള നിതേഷ് റാണ, അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലെ തന്നെ മന്ത്രിയും ശിവസേന നേതാവുമായിട്ടുള്ള സഞ്ജയ് ഷിർസാത്ത് തുടങ്ങിയവരാണ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് പോലും അത്തരത്തിൽ ആളുകൾ സംസാരിച്ച് തുടങ്ങുകയാണ്. ഇതിലിപ്പം ആമീർ ഖാൻ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്, പക്ഷെ അതൊന്ന് വായിക്കാം. ആമീർ ഖാൻ പറഞ്ഞത് ഇതാണ്: സത്യം പറഞ്ഞാൽ ഞങ്ങളുടേത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കുടുംബമാണ്. എൻ്റെ 2 സഹോദരിമാരും വിവാഹം കഴിച്ചിരിക്കുന്നത് ഹിന്ദുക്കളെയാണ്. എൻ്റെ മകൾ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ഹിന്ദുവിനെയാണ്. എൻ്റെ കസിൻ മൻസൂർ ഒരു ക്രിസ്ത്യൻ യുവതിയെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഞങ്ങളുടേത് സിവിൽ വിവാഹങ്ങൾ, അതായത് രജിസ്റ്റർ വിവാഹം ആയിരുന്നത് കൊണ്ട് തന്നെ ഗൗരിയെ കിരണോ റീനയോ അവരുടെ മതം മാറിയിട്ടില്ല. ഗൗരി ഹിന്ദുവല്ല, ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. എന്നാൽ അവർ കടുത്ത മതവിശ്വാസിയൊന്നുമല്ല. കാലം മുന്നോട്ട് പോകും തോറും ജീവിതം കൂടുതൽ തമാശയായി മാറുകയാണ് എന്ന് ആമീർ ഖാൻ പറയുകയാണ്. അതെ, അല്ല, അത് അദ്ദേഹം ഇതിനോട് ഏറ്റവും സൗമ്യമായ രീതിയിൽ ഉള്ള പ്രതികരണം നടത്തിയതായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യം. പക്ഷെ എന്തിനാണ് ഇങ്ങനെ ഈ മന്ത്രിമാരും അതേപോലെ തന്നെ പ്രമാണിമാരും ഒക്കെ എല്ലാ കാര്യങ്ങളിലും ലവ് ജിഹാദ് ആരോപിക്കുന്നത്? അത് ബോധപൂർവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വർഗീയ നിലപാടിൻ്റെ പ്രതിഫലനമായിട്ട് നമ്മൾ കാണേണ്ടത്. അങ്ങനെ കാണരുത്. ലവ് ജിഹാദ് ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കണം, അത് തകർക്കണം. എന്നാൽ മിശ്ര വിവാഹം എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ എതിർക്കപ്പെടേണ്ടതായിട്ടുള്ളൊരു കാര്യമല്ലതാണ്. മിശ്ര വിവാഹത്തിൻ്റെ പ്രാധാന്യമാണ്. അതിനെ പറ്റിയിട്ട് എന്താ? അതിൽ നമ്മളിപ്പോൾ ജാതി നോക്കിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ജാതി നോക്കിയിട്ട് മാത്രം വിവാഹം കഴിക്കുന്ന എത്രയോ പേരുണ്ട്. അത്തരത്തിലുള്ള മാട്രിമോണികൾ, ജാതിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന നമ്മളുടെ നാട്ടിലേക്ക് ജാതി വളരെ ശക്തമാണ്. നമ്മൾ 1 കിലോമീറ്ററിനുള്ളിൽ എത്രയോ മാട്രിമോണി ബോർഡുകളാണ് കാണുന്നത്. ജാതി നോക്കിയല്ലേ കല്യാണം കഴിക്കുന്നത്. ആ ജാതി ഇവിടെ വളരെ ശക്തമാണ്. പല വിദ്യാർത്ഥികളും ഇവിടെ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഈ ജാതി ഭ്രാന്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൂടിയാണ്. അവരോട് പോയി അവർക്ക് ഇഷ്ടമുള്ള ആളുടെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ചെയ്യുക, ഒരു പ്രശ്നമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനത്തെ പ്രക്രിയകളിലേക്ക് കയറി അവരുടെ ജീവൻ തന്നെ ദുസ്സഹമാക്കി മാറ്റുന്നു. പക്ഷെ ആമീർ ഖാൻ പറഞ്ഞ് ദുസ്സഹം എന്നല്ല, ഇതൊരു തമാശയാണ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ കസിൻസ് ഹിന്ദുക്കളെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. അത് എല്ലാവരും കൂടിക്കലർന്ന ഒരു ഫാമിലിയാണ് എൻ്റെത് എന്നാണ് ആമീർ ഖാൻ വിശദമാക്കുന്നത്. അതെ, അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ എന്തിനാണ് എൻ്റെ തരം ഒരു കഥയില്ല. പക്ഷെ ഇങ്ങനെയുള്ള വിവാഹങ്ങളെ നമുക്ക് തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നതിലോ അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നതിലോ അല്ലെങ്കിൽ അനാവശ്യമായ എതിർപ്പുയർത്തുന്നതിലോ യാതൊരു കാര്യമില്ല. പക്ഷേ നിർബന്ധപൂർവ്വം 100 കോടി നൽകി, ഇപ്പം ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ പോലുള്ള പ്രമുഖ നടിയുടെ നമ്മൾ നേരത്തെയും ചർച്ചയായിട്ടുള്ളതാണ്. അത് വീണ്ടും ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. കാരണം ആ നടി മതം മാറാനായിട്ട് പോകുന്നു. ആ വാർത്ത 1 മാസത്തിനുള്ളിൽ നമ്മൾ അറിയുന്നതാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അങ്ങനെ നിർബന്ധപൂർവം ഒരാളെ മാറ്റുന്നുണ്ടെങ്കിൽ അതെന്തിനാണ്? അല്ല, അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മതം മാറ്റാൻ വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങൾ പ്രേമിക്കുന്നത്? അത് നമുക്ക് കൃത്യമായിട്ട് ചോദിക്കാവുന്നൊരു കാര്യമാണ്. എന്താണ് അതിനകത്ത് സംഭവിക്കുന്നത്? നിങ്ങൾ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നു, മതത്തെ അല്ല നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ആണോ? അല്ല, പെൺകുട്ടിയുടെ സ്വഭാവത്തെയാണ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെയാണ്. അപ്പം അത് മാത്രമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അതല്ലാതെ നിങ്ങളെ ഒരിക്കലും അവരുടെ മതം മാറ്റാനായിട്ട് പരിശ്രമിക്കാനേ പാടില്ല എന്ന് പറയണം. മതം മാറ്റം എന്ന് പറയുന്നത് ഒരു കാരണവശാലും പ്രേമത്തിൻ്റെ പേരിൽ അംഗീകരിക്കേണ്ട കാര്യമില്ല. അതായത് ഞാൻ നിങ്ങളെ സ്വീകരിക്കുക എൻ്റെ മതത്തിലേക്ക് വന്നെങ്കിൽ മാത്രമാണ് എന്നൊരു സമീപനം ഒരാൾ സ്വീകരിക്കുകയാണെങ്കിൽ
ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു മതേതരത്തിൽ വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടിയോ പുരുഷനോ എന്ത് ചെയ്യണം? അവരൊരിക്കലും അത് സ്വീകരിക്കരുത്. അവരോട് ചോദിക്കേണ്ട ചോദ്യം അതാണ്, നിങ്ങൾക്ക് മതമാണോ വേണ്ടത് അതോ എൻ്റെ സ്നേഹമാണോ? മതമാണെങ്കിൽ നിങ്ങൾ ആ മതം അന്വേഷിച്ച് കല്യാണം കഴിക്കാൻ പറയാം, സ്നേഹമാണെങ്കിൽ നമുക്ക് വിവാഹിതരാകാം. അങ്ങനെ സംസാരിക്കാനായിട്ടുള്ള ഊർജം സ്ത്രീകൾക്കും ഉണ്ടാകേണ്ടതാണ്, പുരുഷന്മാർക്കും ഉണ്ടാകേണ്ടതാണ്. മതത്തെ അല്ല നമ്മൾ കല്യാണം കഴിക്കുന്നത്, മനുഷ്യനാണ്.